Hi all. Next topic is Norton's theorem. Already superposition and Thevenin's theorem നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Norton's theorem അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് സർക്യൂട്ട് സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. It states that in any linear bilateral network consisting of any number of voltage sources or current sources, resistances, etc. can be represented by a single current source IN in parallel with a resistance Rn, where IN is the current across short-circuited output terminal and Rn is the effective resistances considering the network from the open circuited output terminal after making the effects of sources equal to 0 by open circuiting current source and short circuiting the voltage source. അതായത് നമ്മൾ തെവനിൻസ് തിയറം സോൾവ് ചെയ്യാൻ പഠിച്ചിരുന്നു. നോർട്ടൺസ് തിയറം എന്ന് പറയുന്നത് സെയിം വേ തന്നെ മോർ ദാൻ ടു നമ്പർ ഓഫ് സോഴ്സസ് അല്ലെങ്കിൽ ഒരു ലാർജ് നമ്പർ ഓഫ് സോഴ്സസും റെസിസ്റ്റൻസ് എലമെൻറ്റ്സ് ഒക്കെ ഒരുപാടുള്ളൊരു നെറ്റ്വർക്കിൽ, ഒരു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിൽ, ലീനിയർ എന്താ ബൈലാറ്ററൽ എന്താണെന്നൊക്കെ പറഞ്ഞാണ്, ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഒരു സിംഗിൾ കറൻറ്റ് സോഴ്സ് ആൻഡ് എ പാരലൽ റെസിസ്റ്റൻസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം തെവനിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ആൻഡ് എ സീരീസ് റെസിസ്റ്റൻസ്, തെവനിൻസ് റെസിസ്റ്റൻസ് ആയിട്ടാണ് മാറ്റുന്നത്. ഇവിടെ ഒരു സിംഗിൾ കറൻറ്റ് സോഴ്സ് IN ഇൻ പാരലൽ വിത്ത് RN ആണ്, പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ് RN. ഓക്കെ, അപ്പം അതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. തെവനിൻ ചെയ്യുന്ന പോലെ തന്നെ അവിടെ നമ്മൾ ചെയ്ത ഓരോ സ്റ്റെപ്പിൻ്റെയും കോംപ്ലിമെൻ്ററി ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക, ഐഡൻറ്റിഫൈ ദ ഔട്ട്പുട്ട് ടെർമിനൽ. ഐഡൻറ്റിഫൈ ദ ഔട്ട്പുട്ട് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിൽ ഇപ്പം എന്താണ് നമ്മുടെ ലോഡ്, ഇപ്പോൾ 5 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തരും. അല്ലെങ്കിൽ ഒരു കറണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ആ പർട്ടിക്കുലർ കറണ്ട് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഒരു ഗാൽവനോമീറ്ററോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലോഡായിരിക്കും തരുന്നത്. അപ്പം അതിനകത്തൂടെയുള്ള കറണ്ട് ഫ്ലോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ടുണ്ടാവും. സോ ഏതാണ് ആ ഔട്ട്പുട്ട് ടെർമിനൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ എന്താ, തെവനിലാണെങ്കിൽ നമ്മൾ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. ഇവിടെ അതിനെ എന്ത് ചെയ്യണം, ഷോർട്ട് സർക്യൂട്ടഡ് ദിസ് ടെർമിനൽ. അപ്പോൾ ആ ടെർമിനലിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് കറണ്ട് അക്രോസ് ഷോർട്ട് സർക്യൂട്ടഡ് ഔട്ട്പുട്ട് ടെർമിനൽ. അപ്പം നമ്മൾ ആ ഔട്ട്പുട്ട് ടെർമിനലിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഷോർട്ട് സർക്യൂട്ടാണ് ചെയ്യുന്നത്, തെവനിൽ ഓപ്പൺ സർക്യൂട്ടാണ്, ഓർക്കണം. Then find the current across the short circuit, current through the short circuit terminal, അതാണ് IN എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തെവനിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുകയാണ്, ലോ ടെർമിനലിലെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ എന്താ, ഷോർട്ട് ചെയ്യുവാണ്, ഷോർട്ട് സർക്യൂട്ട് ടെർമിനലിലെ കറണ്ടാണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ദ വോൾട്ടേജ് സോഴ്സ് ആൻഡ് ഓപ്പൺ സർക്യൂട്ട് ദ കറണ്ട് സോഴ്സ്. അപ്പം വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കറണ്ട് സോഴ്സിനെ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, നമ്മുടെ കയ്യിൽ നമ്മുടെ സർക്യൂട്ടിൽ ഏതാ സോഴ്സാണോ ഉള്ളത് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക എന്നാണ്. അപ്പോൾ വോൾട്ടേജ് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, R=0 ഓംസ് ആണ്. അതുകൊണ്ടാണ് അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത്. കറണ്ട് സോഴ്സിൻ്റെ റെസിസ്റ്റൻസ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ഫോർ ഐഡിയൽ കേസ്. സോ അതിനെയാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നത്, അത് പറഞ്ഞിരുന്നു ഓൾറെഡി. ദെൻ അപ്പം സ്റ്റെപ്പ് 4 ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് RN. അത് നമ്മൾ ഓൾറെഡി RTH കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്, അതേ മെത്തേഡ് തന്നെയാണ്. ദെൻ സ്റ്റെപ്പ് 5 പ്ലേസ് IN പാരലൽ RN. അതായത് IN എന്ന് പറയുന്നൊരു കറണ്ട് സോഴ്സ്, കറണ്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ സോഴ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ RNൻ്റെ വാല്യൂവും കണ്ടുപിടിക്കുന്നുണ്ട്. തെവനിലാണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്, VTH ആൻഡ് RTH ആണ്. തെവനിൻസ് എന്നുള്ളതാണ് ഈ TH എന്ന് ഉദ്ദേശിച്ചത്. ഇവിടെ N എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോർട്ടൺസ് എന്ന് പറയുന്ന വേർഡ് കൊണ്ടാണ് INRN എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം VTH ആൻഡ് RTH ഇൻ സീരീസ് ആണ് നമ്മൾ തെവനിൽ ചെയ്തത്. ഇവിടെ എങ്ങനെ ചെയ്യും, ഒരു കറണ്ട് സോഴ്സ് ഏതായിരിക്കും നമ്മൾ കണ്ടുപിടിച്ച കറണ്ട്, ദാറ്റ് ഈസ് IN ആൻഡ് എ പാരലൽ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് RN. ഇങ്ങനെയാണ് സർക്യൂട്ടിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നത്. ദെൻ നമ്മുടെ കയ്യിലൊരു പ്രോബ്ലം, ഈ പ്രോബ്ലം ചെയ്ത് കുറച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആവും.
ക്വസ്റ്റ്യൻ നോക്കുക. ഡിറ്റർമൈൻ ദ കറണ്ട് ത്രൂ എ 10 ഓം റെസിസ്റ്റൻസ് ബൈ നോർട്ടൺസ് തിയറം. അപ്പം തിയറം ശ്രദ്ധിക്കുക, നോർട്ടൺസ് തിയറം വെച്ചിട്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഏത് തിയറം വെച്ച് ഒരു സർക്യൂട്ട് ജസ്റ്റ് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് തിയറും യൂസ് ചെയ്യാം. അപ്പം പ്രോബ്ലത്തിൽ നോർട്ടൺസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഒരു 10 ഓം റെസിസ്റ്റൻറ്റിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, പ്രോബ്ലത്തിലെല്ലാം 5 ഓം 5 ഓം 5 ഓം ആണ്. ഇവിടെ മാത്രമാണ് ഒരു 10 ഓം റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഈ ഏത് ലോഡാണോ പറയുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ലോഡ് എന്ന് പറയുന്നത് 10 ഓം റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് 10 ഓം റെസിസ്റ്റൻസിനെ എന്ത് ചെയ്യണം? ലോഡ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ 10 ഓം ആണ്, അതിനെ എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫിഗർ നോക്കിക്കേ, ഇവിടെ നമ്മൾ ആ ടെർമിനൽ, പർട്ടിക്കുലർ ടെർമിനൽ 10 ഓമിൻ്റെ ടെർമിനലിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഷോർട്ട് സർക്യൂട്ട് ചെയ്ത ടെർമിനലിൻ്റെ എന്താ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ഷോർട്ട് സർക്യൂട്ട് ടെർമിനലിലെ കറണ്ട് കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് IN എന്ന് പറയുന്നത്, നോർട്ടൺസ് കറണ്ട് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ടെർമിനലിൻ്റെ കറണ്ടാണ്. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് IN ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫിഗർ നമ്മളിവിടെ നോക്കാം. 25 വോൾട്ട് ഒരു സോഴ്സ് ഉണ്ട്, 10 വോൾട്ട് സോഴ്സ് ഉണ്ട്, 3 5 ഓം റെസിസ്റ്റൻസ്, ഇവിടെ ഒരു 5 ഓം ഉണ്ട്. സോ 5 ഓം ആൻഡ് എ ഷോർട്ട്. ഇത് സർക്യൂട്ടിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കറണ്ട് ഇങ്ങനെ വരുന്നു, ഇവിടുന്ന് 2 സോഴ്സും സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ കറണ്ട് നമുക്ക് ഇതുവഴി ഇവിടെ വന്ന് രണ്ടായിട്ട് ബ്രാഞ്ച് ചെയ്യണം. ഇങ്ങനെ രണ്ടായിട്ട് ബ്രാഞ്ച് ചെയ്യണം കറണ്ട്, ഇവിടുന്ന് വരുന്ന കറണ്ട്. സോ ബ്രാഞ്ച് ചെയ്യാൻ നേരത്ത് കറണ്ട് എന്താ നോക്കുന്നത്? ലോ റെസിസ്റ്റൻസ് പാത്ത് ഏതാണോ അതുവഴി മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പം ഇവിടെ വരുന്ന കറണ്ട് ഇതിലേക്കൂടെ പോവും. ഇവിടെ റെസിസ്റ്റൻസ് എത്രയായി? ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എത്രയാണ്? R=0 ആണ്. ഇവിടെ 5 ഓം ഉണ്ട്, പാരലാണോ വരുന്നത്. അപ്പോൾ കറണ്ട് ഡിവൈഡ് ചെയ്യും. R=0 ഓമിലാണോ R=5 ഓമിൽ കൂടിയാണോ കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത്? R=0 ഓം. ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നിടത്തുകൂടിയാണ് കറണ്ട് ഫുള്ളും ഫ്ലോ ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ 5 ഓം എന്ന് പറയുന്ന എഫക്റ്റ് അവിടെ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. 5 ഓമിനവിടെ പ്രസക്തിയില്ല, അത് ഓപ്പൺ സർക്യൂട്ട് പോലെയാണ് വരുന്നത്. ബിക്കോസ് ഈ വരുന്ന കറണ്ട് IN കൂടെ മാത്രമായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. സോ 5 ഓം അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണിക്കാതിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇത്രയും മാത്രമായിട്ട് ചുരുങ്ങി. ഒരു 5 ഓം അവിടുന്ന് മാറി, ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ടെർമിനലുണ്ട്. അപ്പോൾ നമുക്കിനി വേണ്ടത് ഈ വാല്യൂ IN ആണ്. ഇനി നമ്മൾ നോഡിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. ഈ ടെർമിനലിലെ വോൾട്ടേജ് V എന്ന് എടുക്കുന്നു. അപ്പം ഈ ബ്രാഞ്ചിലെ കറണ്ട്സ് എല്ലാം ഇങ്ങനെ പോകുന്നു എന്നാണല്ലോ അസ്യൂം ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന വോൾട്ടേജ് ടെർമിനലാണ് ഹയസ്റ്റ് പൊട്ടൻഷ്യൽ. സോ നമുക്ക് എങ്ങനെ എഴുതാം? V മൈനസ്, ഈ ബ്രാഞ്ചാണ് എഴുതുന്നത് കേട്ടോ, ഈ ബ്രാഞ്ചിലെ കറണ്ട് എന്തായിരിക്കും? V - 25. ശ്രദ്ധിക്കണം, നിങ്ങളോട് ഞാൻ പറഞ്ഞു പോസിറ്റീവ് ടെർമിനലാണ് ആദ്യം ഇരിക്കുന്നതെങ്കിൽ V - 25 എന്നാണ് എഴുതുന്നത്. സോ V - 25 ആണ് അടുത്ത വോൾട്ടേജ്, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 5 ഓം. അപ്പം V - 25/5 എന്ന് കിട്ടും. ദെൻ അടുത്തത് എന്താ? V എന്താ? -10 ഡിവൈഡഡ് ബൈ 5 ഓം. അടുത്തത് എന്താ? V ഇവിടെ വോൾട്ടേജ് സോഴ്സസ് ഒന്നും ഈ ബ്രാഞ്ചിലില്ല. സോ V/5 = 0. അപ്പം KCL വെച്ചിട്ടാണ് എഴുതുന്നത്. ഈ പർട്ടിക്കുലർ നോഡിൻ്റെ വോൾട്ടേജ് V എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പം ഇങ്ങനൊരു കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടും. ദെൻ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ, V എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. സോൾവ് ചെയ്യുമ്പം എന്താ? V/5 എന്ന് വരും. ദാറ്റ് ഇസ് 3V/5 - 35 = 0. സോ we have to find the value of V. ഇതിനകത്ത് നിന്ന് വിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ദെൻ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മളെന്തിനാണ് ഇങ്ങനെ ഒരു സർക്യൂട്ട് റീഡ്രോ ചെയ്തത്? ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് IN, ദാറ്റ് ഈസ് ദ കറണ്ട് ത്രൂ ദ ലോഡ്. അതാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാം. ഓൾറെഡി നമുക്കറിയാം ഇവിടുത്തെ കറണ്ടിൻ്റെ ഇക്വേഷൻ ആണിത്, V/5. ഇത് വോൾട്ടേജ് V ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ V/5 ഓംസ്, ദാറ്റ് ഈസ് 11.67/5 2.334 ആംപിയേഴ്സ് എന്ന് കിട്ടും. ചെയ്ത് നോക്കാം നിങ്ങൾ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നോർട്ടൺസ് കറണ്ട് കിട്ടി. ഇനി നോർട്ടൺസ് കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കറണ്ട് സോഴ്സായിട്ട് മാർക്ക് ചെയ്യാം. കറണ്ട് സോഴ്സ് ആൻഡ് പാരലൽ റെസിസ്റ്റൻസ് വേണമല്ലോ. പാരലൽ റെസിസ്റ്റൻസ് ഏതാണ്? RN ആണ്. അപ്പോൾ RNനെ എങ്ങനെ കിട്ടും? അതാണ് നമ്മളിനി നോക്കുന്നത്. അത് RN എന്ന് പറയുന്നത് RTH കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ്. ലോ ടെർമിനലിൽ നിന്ന് നോക്കുക. ഇതാണ് ലോ ടെർമിനൽ. ലോ ടെർമിനലിൽ നിന്ന് സർക്യൂട്ടിലേക്ക് നോക്കുന്നു.
സർക്യൂട്ടിലേക്ക് നോക്കുമ്പം ഇവിടെ കുറച്ച് സോഴ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. വോൾട്ടേജ് സോഴ്സ്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ സോഴ്സിനെ അവിടെ കാണിക്കാത്ത എന്തുകൊണ്ടാണ്? വോൾട്ടേജ് സോഴ്സിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് റീപ്ലേസ് ചെയ്തു. ദെർഫോർ സർക്യൂട്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സസ് എല്ലാം ഷോർട്ട് സർക്യൂട്ടഡ് ആയി. ഇവിടെയും ഷോർട്ടാണ്, ഇവിടെയും സോഴ്സ് ഇല്ല. സോ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? എന്ത് കിട്ടും? ഈ 5 ഓമും ഈ 5 ഓം എന്ന് പറയുന്നത് എന്താ? പാരലായിട്ടാണ് വരുന്നത്. കാരണം ഇവരുടെ കോമൺ പോയിൻ്റ് ആണിത്. ഒരു പർട്ടിക്കുലർ പോയിൻ്റ്, ഈ പോയിൻ്റ് 5നും ഈ 5നും കോമൺ ആണ്. അതുപോലെ ഈ പോയിൻ്റ് ഈ 5നും കോമൺ ആണ്. സോ പാരലൽ. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിച്ചാണ് ഞാനിങ്ങനെ പോകുന്നത് ക്ലാസ്. അപ്പം ഈ 5 and 5 എന്ന് പറയുന്നത് പാരലാണ്. സോ രണ്ട് ഈക്വൽ റെസിസ്റ്റൻസ് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 2.5, അതിൻ്റെ പകുതിയായിരിക്കും. അത് ബേസിക് ഇലക്ട്രിക്കലിൽ പഠിക്കുന്നതാണ്. രണ്ട് 5 ഓം റെസിസ്റ്റൻസസ് പാരലൽ കണക്ട് ചെയ്താൽ അതിൻ്റെ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും, ദാറ്റ് ഇസ് 2.5. ദെൻ അപ്പം നമുക്ക് കിട്ടുന്നത് 2.5 ആണ്. ഇതിൻ്റെ എഫക്റ്റീവായിട്ട് ഒറ്റ റെസിസ്റ്ററായിട്ട് മാറും. ദെൻ വിച്ച് ഈസ് ഇൻ സീരീസ് വിത്ത് 5 ഓം. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് 2.5ഉം 5ഉം കൂടെ സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അഗൈൻ ഇവിടെ വരുമ്പോൾ എന്താ, ഒരു 5 ഓം റെസിസ്റ്റൻസും കൂടെ ഇവിടെ ഉണ്ട്. സോ 5 and 5 ഓം. സോ ഈ ടെർമിനലിൽ ഇത് ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം കേട്ടോ. ഈ ടെർമിനൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് നോക്കുന്നത്. സോ 5 and 2.5 സീരീസ് ആണ്. സോ 5 + 2.5 എന്ന് എഴുതാൻ, ദാറ്റ് ഇസ് 7.5 and 5 എന്ന് പറയുന്നത് പാരലായിട്ട് വരും. ദാറ്റ് ഇസ് 7.5 and 5 പാരലൽ. 5ഉം 7.5ഉം പാരലൽ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വാല്യൂ എത്ര കിട്ടുന്നതെന്ന് നോക്കുക. 3 ആണ് ആൻസർ കിട്ടുക. ദെൻ നമുക്കപ്പോൾ എന്ത് കിട്ടി? RNഉം കിട്ടി, IN ഓൾറെഡി കിട്ടി. ഇനി നോർട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചാൽ മാത്രം മതി. നോർട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താ? നോർട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഏതാ? INൻ്റെ വാല്യൂ കറണ്ട് സോഴ്സായിട്ട് മാർക്ക് ചെയ്തു, പാരലായിട്ട് RN മാർക്ക് ചെയ്തു. ദെൻ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ഏതാ? 10 ഓം റെസിസ്റ്റൻസ്. നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 10 ഓം റെസിസ്റ്റൻസിലൂടെയുള്ള ഈ 10 ഓം റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? 10 ഓമിനെ ഷോർട്ട് സർക്യൂട്ട്, നമുക്ക് വേണ്ടുന്ന ലോ ടെർമിനലിനെ ഷോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ്സ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഈക്വലൻ്റ് ആണ് നമുക്ക് നോർട്ടനായിട്ട് കിട്ടിയത്. ദെൻ അപ്പം നോർട്ടനായിട്ട് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു കറണ്ട് സോഴ്സ് ഇൻ ആൻഡ് പാരലൽ റെസിസ്റ്റൻസ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് IN and RN. അപ്പോൾ ഇനി എന്തും കൂടെ ബാക്കിയുണ്ട്? ഇത്രയാണ് നമ്മുടെ ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി എന്തും കൂടെ ബാക്കിയുണ്ട്? ലോഡ് റെസിസ്റ്റർ 10 ഓം. സോ നമുക്ക് അതും കൂടി കണക്ട് ചെയ്തിട്ട് 10 ഓമിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ലോ ടെർമിനലിൽ ഷോർട്ട് ചെയ്തിരുന്ന ടെർമിനലില്ലേ, അവിടെ 10 ഓം കണക്ട് ചെയ്യുന്നു. സോ കറണ്ട് ബൈ കറണ്ട് ഡിവിഷൻ റൂൾ. എന്താണ് കറണ്ട് ഡിവിഷൻ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ, ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഇവിടുന്ന് വരുന്ന കറണ്ട് 2.334 ആണ്. സോ കറണ്ട് ഡിവിഷൻ നിങ്ങൾക്ക് അറിയാമോ? കറണ്ട് ത്രൂ 10 ഓം I is equal to എന്താ? ടോട്ടൽ കറണ്ട് IN ഇൻറ്റു ഓപ്പോസിറ്റിലെ റെസിസ്റ്റൻസ് 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് 3 + 10. IN എന്ന് പറയുന്നത് നോർട്ടൺസ് കറണ്ട്, അതാണ് നമ്മുടെ ഇവിടെ വരുന്ന ടോട്ടൽ കറണ്ട്. അത് ഡിവൈഡ് ചെയ്ത് 10ൽ വരുവാണ്. അപ്പം IN ഇൻറ്റു ഓപ്പോസിറ്റിലെ റെസിസ്റ്റൻസ് 3 ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റിലത് +10. ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും. കറണ്ട് ഡിവിഷനൊക്കെ ബേസിക് ഇലക്ട്രിക്കലാണ്. 2.334 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 10 + 3, ദാറ്റ് ഈസ് 0.53 ആംപിയേഴ്സ്. ഇതാണ് നിങ്ങളോട് ചോദിച്ചത്. കറണ്ട് ത്രൂ 10 ഓം റെസിസ്റ്റൻസ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ദാറ്റ് ഈസ് I is equal to 0.53 ആംപിയേഴ്സ് എന്ന് കിട്ടും.